എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗർഭകാലത്ത് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ആക്ച്വലി ഞാനൊരു ചെറിയ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിയത് കൊണ്ട് ചെറുതായിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്തിരുന്ന ഒരു സംഗതിയാണ് കഴിഞ്ഞ ദിവസം. പക്ഷെ അത് കേട്ടിട്ട് ഒരുപാട് പേര് അതൊരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൂടെ എന്നൊരു സജഷൻ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് അന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യാം എന്ന്. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, ആക്ച്വലി ഗർഭകാലം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഒരുപാട് രീതിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി കടന്നു പോകേണ്ട, ആരോഗ്യത്തോടു കൂടി കടന്നു പോകേണ്ട ഒരു സമയമാണ്. അതിൽ ഭക്ഷണത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ ജീവിതശൈലിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് ഭക്ഷണം. ഓക്കെ, ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം ശുദ്ധമായതാണ് അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ ആണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല, അല്ലേ? തമാശയായിട്ട് പറഞ്ഞതല്ല. നമ്മൾ വീട്ടിൽ ദിവസേന ഇപ്പം വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് തിളപ്പിക്കുന്നതിനകത്ത് കൂടുതൽ പേരും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടികളിടും. ഈ പൊടികൾ കെമിക്കൽസ് ഉണ്ട് അതിനകത്ത്. നമ്മളുടെ ഉപ്പിനകത്തുണ്ട്, പഞ്ചസാരക്കകത്തുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉണ്ട്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സർവ്വ വസ്തുക്കളിലും അഡിക്റ്റീവ്സ് ചേർന്നതാണ്, അല്ലേ? ഇപ്പോൾ സാധനങ്ങൾ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ അത് ഒരുപാട് നാൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടും മറ്റ് പല ലാഭത്തിന് വേണ്ടിയിട്ടും ഒക്കെ, ഇപ്പം അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ പലവിധ ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ ലാഭം മുന്നിൽ കണ്ട് പലതരത്തിലുള്ള അഡിക്റ്റീവ്സ് ചേർത്തിട്ടാണ് നമ്മുടെ മുന്നിൽ ഈ ഭക്ഷണ വസ്തുക്കൾ നമ്മളിലേക്ക് എത്തുന്നത്. അഡിക്റ്റീവ്സ് എന്ന് പറയുന്നത് എല്ലാ അഡിക്റ്റീവ്സും നാച്ചുറൽ അഡിക്റ്റീവ്സും അല്ല, അതെല്ലാം തന്നെ കെമിക്കൽസ് തന്നെയാണ്. നമ്മളിങ്ങനെ നിത്യേന കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അത്രയും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫുഡൊന്നും അല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഉള്ളിലേക്ക് ഈ കെമിക്കൽസ് എല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ എത്തപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളിൽ അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂ ചിലപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കാം കണ്ടു തുടങ്ങുന്നത്. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിരുന്നാലും നമ്മൾക്ക് ഇങ്ങനെ കെമിക്കൽസ് ഈ കെമിക്കൽസ് എല്ലാം പല വിധത്തിൽ നമ്മുടെ ഉള്ളിൽ പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഫുഡിൽ നിന്ന് മാത്രമുള്ള വേറെ ഒരുപാട് രീതിയിൽ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കെമിക്കൽസ് ചെല്ലുന്നുണ്ട്. ഓക്കെ, എന്നിരുന്നാലും ഇങ്ങനെ ലോങ് ടേമിൽ നമ്മളിങ്ങനെ ഈ ഒരു കെമിക്കൽ എക്സ്പോഷർ കാരണം ലോങ് ടേമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വന്നേക്കാം. ഓക്കെ, പക്ഷെ ഒരു ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഉള്ളിലൊരു ജീവനുണ്ട്. ഗർഭാവസ്ഥയിൽ തന്നെ ആരംഭിക്കുന്ന ഒരു പ്രക്രിയയാണ് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, തലച്ചോറിൻ്റെ വികാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ കടന്നു പോകേണ്ട ഒരു സമയമാണ് ഗർഭകാലം എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം അത് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ മാറിയ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. പണ്ട് നമ്മളുടെ ഒരു കൾച്ചറിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളാരും അങ്ങനെ ഒരുപാട് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന ആളുകളായിരുന്നില്ല, അല്ലേ? വീട്ടിൽ തന്നെ പാകം ചെയ്ത് ഇപ്പോൾ യാത്ര പോയാൽ തന്നെ ഫുഡൊക്കെ ആയിട്ട് പോകുന്ന ഒരു ശീലം ആയിരുന്നു നമുക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളുടെ ആ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റത്തിലൊന്നാണ് നമ്മളുടെ ഈ ഫുഡ് ഹാബിറ്റ്സിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മളിൽ ഏറിയ പങ്ക് ഇന്ന് പുറത്തു നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. പലപ്പോഴും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാതെ തന്നെ ചിലപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, അല്ലേ? ഇപ്പോൾ
ഒരു പുറത്ത് ഒരുപാട് ആളുകളുമായിട്ടൊക്കെ സഹകരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഓരോ ദിവസവും എന്തോരം ഭക്ഷണങ്ങളാണ് പുറത്തുനിന്ന് കഴിക്കുന്നത് എന്നുള്ളത്. വോക്കിംഗ് ആയിട്ടുള്ളവരും ഒക്കെ നമ്മൾ അവരോട്ടൊക്കെ സഹകരിച്ചോടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വലിയൊരു വ്യത്യാസം അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നമ്മുടെ ഭക്ഷണ രീതികളിൽ ഒക്കെ ആ ശരീരമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം പുറത്തു നിന്നുള്ള ഭക്ഷണത്തിനകത്ത് പറഞ്ഞ രീതിയിൽ പല വിധത്തിലുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഓക്കെ, കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഇത് മോശമായിട്ട് ബാധിക്കും. ഓക്കെ, ഉറപ്പായിട്ടും ഗർഭകാലത്ത് പല വിധത്തിലുള്ള ഫുഡ് ക്രാവിങ്സ് ഉള്ള ഒരു സമയമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. കഴിവതും നമ്മളുടെ രുചിക്ക് അനുയോജ്യമായ രീതിയിൽ വീട്ടിൽ തന്നെ എന്താണോ കഴിക്കാൻ ആഗ്രഹം തോന്നുന്നത് അതിനെ വീട്ടിൽ തന്നെ കെമിക്കൽ ഫ്രീ ആയിട്ട് പാകം ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻ കേസ് പുറത്തുനിന്ന് കാണാൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അമിതമായി കഴിക്കാതെ ഒരു മിതമായ അളവിൽ കഴിക്കുക. ദിവസവും അല്ലെങ്കിൽ നിത്യേന അങ്ങനെ കഴിക്കാതെ ഇരിക്കുക. ഈ ബോട്ടിൽഡ് ഡ്രിങ്ക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. 7up, പിന്നെന്താണ് മിറണ്ട, ഫ്രൂട്ടി, ഇങ്ങനെയൊക്കെയുള്ള ബോട്ടിൽഡ് ഡ്രിങ്ക്സ്. അതുപോലെ ക്യാൻഡ് ആയിട്ടുള്ള ക്യാൻ അതിനകത്ത് കിട്ടുന്ന പല ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട സംഗതികളാണ്. ഓക്കെ, പിന്നെ ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തുനിന്നുള്ള ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ബോട്ടിൽ ഡ്രിങ്ക്സ്, ക്യാൻഡ് ഫുഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിന്നെ ഈ പറയുന്ന ബേക്കറി ഐറ്റംസ്, ബിസ്ക്കറ്റ് അല്ലെങ്കിൽ വോട്ടെവർ എന്ത് സാധനമാണ്, ഫ്രൈഡ് ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. കാരണം ഇതിനകത്തൊക്കെ തന്നെ ഇഷ്ടംമാതിരി കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, വോട്ടെവർ, അറേബ്യൻ ഫുഡ് ആയിക്കോട്ടെ, ചൈനീസ് ഫുഡ് ആയിക്കോട്ടെ, ഇതെല്ലാം പല വിധത്തിൽ ടേസ്റ്റ് കൂടാനായിട്ടും ഒക്കെ പല വിധത്തിൽ ട്രീറ്റഡ് ഫുഡാണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ മോശമായിട്ട് ബാധിക്കുന്നതാണ്. ഇപ്പോൾ പേരൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഗതിയാണ്, എന്താണ് പണ്ടൊന്നും ഇത്രയധികം ഡെവലപ്മെൻറ്റൽ ഡിലേസ് ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ എന്താണ് ഇത്രയും കൂടുതൽ, ഇത്രയധികം ലേണിംഗ് ഡിഫറൻസസ് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഡിഫറൻസസ് അല്ലെങ്കിൽ ഓട്ടിസം, ADHD ഇത്രയും കൂടുതൽ എന്താണ്, പണ്ട് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒറ്റ ഉത്തരമേ അതിന് നൽകാനായിട്ടുള്ളൂ, നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം തന്നെയാണ്. ജീവിതശൈലിയിൽ പല രീതിയിലാണ് മാറ്റങ്ങൾ വന്നത്. 2 പേരൻസും വർക്കിംഗ് ആയിട്ടുള്ള പേരൻസ് ഉണ്ട്. ഈ പറയുന്ന ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലോട്ടുള്ള മാറ്റം, കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്കുള്ള ഒരു മാറ്റം. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ഫുഡിൽ വന്നൊരു ചേഞ്ചാണ് ഞാനീ പറഞ്ഞത്. അത് വളരെയധികം ഒരു പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വസ്തുത കൂടിയാണ്. അപ്പോൾ മറ്റ് കാരണങ്ങൾക്ക് ജെനറ്റിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഒരു വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടെയാണ്. ഗർഭാവസ്ഥയിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി തന്നെയാണിത്. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴും കുഞ്ഞിന് എന്ത് ഭക്ഷണം കൊടുക്കണമെന്ന് നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ചിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. ബേക്കറി ഐറ്റംസിനൊരു ബിഗ് നോ ആണ്. ബേക്കറി ഐറ്റംസ് കുട്ടികൾക്ക് കൊടുത്ത് ശീലിക്കരുത്. പിന്നെ കഴിച്ചു തുടങ്ങിയിട്ട് പേരൻസ് വന്ന് പറയും അവനത് ഭയങ്കര ഇഷ്ടം, അത് കിട്ടിയില്ലെങ്കിൽ അവൻ ഭയങ്കര വഴക്കാം. ആരാണ് കൊടുത്തു തുടങ്ങിയത്? കുട്ടി തനിയെ കടയിൽ പോയി മേടിച്ച് കഴിച്ചതല്ലല്ലോ, ആണോ? അല്ല. ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഭയങ്കര വാശിയാ. ഫ്രൂട്ടി എവിടെ പോയാലും ഫ്രൂട്ടി വേണം മാഡം, ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് ഞാൻ ഫ്രൂട്ടി മേടിച്ച് കൊടുക്കണം. ഓക്കെ, ആരാണ് കുട്ടി ആ ഫ്രൂട്ടിയുടെ ടേസ്റ്റ് ആരാണ് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തത്, കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് കോൺഷ്യസ് ആയിട്ട് വേണം കുട്ടികൾക്ക് ബേക്കറി ഐറ്റംസ് നോ എന്നേ ഞാൻ പറയുള്ളൂ. ബിഗ് നോ ആണ്. ബിസ്ക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ, ന്യൂഡിൽസ്, ഓക്കെ, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പഠനങ്ങളിൽ തന്നെ കാണിക്കുന്നുണ്ട് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ADHD പോലുള്ള കണ്ടീഷനിലേക്ക് നയിക്കുന്നു, ഒരു കാരണമാകുന്നു എന്നുള്ളത് ചില പഠനങ്ങൾ കാണുന്നുണ്ട്.
അപ്പോൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക. കുട്ടികൾക്ക് മറ്റ് അവരുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കണ്ടെത്തി അത് പാകം ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ പിന്നെന്താണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? പിന്നെ കുട്ടികളുടെ ഡെവലപ്മെന്റ് അവർക്ക് എല്ലാ രീതിയിലുള്ള എക്സ്പോഷറും കൊടുക്കുക. ഓക്കെ. അവരുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന എല്ലാ രീതിയിലുള്ള എക്സ്പോഷർ സ്റ്റിമുലേഷൻ കാര്യങ്ങൾ കൊടുക്കുക. ഒപ്പം ഈ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ നമ്മൾ ചെലുത്തണം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം. സോ അപ്പം ഗർഭിണികളായിട്ടിരിക്കുന്ന സ്ത്രീകളും പ്രഗ്നൻസിക്ക് തയ്യാറാകുന്ന സ്ത്രീകളും ഓക്കെ, പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള മാസങ്ങളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആവുന്ന ആളുകളിലേക്ക് ഉറപ്പായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ജസ്റ്റ് ഒരു വാട്സപ്പ് വെറുതെ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടതാണ്, വീഡിയോ സ്റ്റാറ്റസ് ഇട്ടതാണ്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഇങ്ങോട്ടൊരു സജഷൻ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സജഷൻസ് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.